പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. നിനക്ക് ഓരോ ജോലി പഠിക്കണമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് എപ്പോഴും വാഷിംഗ് മെഷീൻ ഒന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നിന്റെ ഈ കൈകളാണ് ഈ വീട്ടിലെ വാഷിംഗ് മെഷീൻ. ശരി, എന്നിട്ടെന്താ? മുറ്റം മുഴുവൻ തൂത്ത് വൃത്തിയാക്കണം, നിലം തുടയ്ക്കണം, വലയടിക്കണം, തോട്ടത്തിലെ ചെടികൾക്കൊക്കെ വെള്ളം കോരണം, രാവിലത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കണം, പിന്നെ ലഞ്ച്, ഹൈ ടീ, ഡിന്നർ, എക്സെട്രാ എക്സെട്രാ. കൊല്ലു എന്നെ. ഹേയ്, വെറും കൊല്ലലല്ല, കൊന്ന് കൊല വിളിക്കൽ, അല്ലെങ്കിൽ കൊല്ല. ഇനിയും എന്തൊക്കെയാണെന്ന് നീ കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. കാണാം നമുക്ക്. ഹലോ. സുസ്മിതേ, സുസ്മിതേ, ഇങ്ങ് വാ. ഇതെന്താ മുറ്റത്ത് ചൂലും എടുത്ത് തൊട്ടും തലോടെ നിൽക്കുന്ന? തറക്കെന്താ വേദനിക്കോ? അല്ല, അത് പിന്നെ അവിടെ. മതി, ചൂല് അവിടെ കിടക്കട്ടെ. വേറെ കുറെ അത്യാവശ്യ പണികളുണ്ട്. വാ ഇങ്ങോട്ട്. അയ്യോ, എന്റെ നടുവൊടിഞ്ഞേ. Happy birthday to you. Happy birthday to you. Happy birthday to you, Susmita. ബർത്ത്ഡേ? ഓ മൈ ഗോഡ്. സത്യം പറ, ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ? നിനക്ക് എന്ത് വടി? തലയ്ക്ക് ഓളമായോ അതോ നട്ടളയോ? അല്ല, നീ സ്വപ്നത്തിലും ഇതേ കളർ ഡ്രസ്സായിട്ടിരുന്നേ. അയ്യോ, ആണോ? എന്നാലേ ഈ ആഴ്ച മുഴുവൻ ഞാൻ ഈ ഡ്രസ്സാ. നീ മര്യാദയ്ക്ക് എഴുന്നേറ്റ് വാ, അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. സത്യാമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അല്ല, എന്റെ ദൈവമേ, ആരെന്തിനാണോ അന്വേഷിക്കുന്നത്? ഇന്ന് തന്നെ ഭാമാന്റെ ഏതോ ഒരുത്തനെ കൊണ്ട് എന്റെ കഴുത്തി താലി കയറ്റോ?
ഫുൾ കോർണർ ഉണ്ടല്ലോ. പതിവ് പോലെ എനിക്കിട്ടുള്ള പണി തന്നെയായിരിക്കും. സുസ്മിത വന്നല്ലോ. മോളെ, ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക്സ് അമ്മേ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക്സ് അങ്കിൾ. ഹാപ്പി ബർത്ത്ഡേ സുസ്മിത. താങ്ക്സ് പ്രീതി. പിറന്നാൾ ആശംസകൾ. താങ്ക് യു അങ്കിൾ. എന്നാ ഞാനും ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് വിഷ്ണുട്ടാ. എന്റെ പൊന്നിനെ കൊണ്ടുപോവാ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക്സ് ആന്റി. വാ ഇരിക്കും. കൊല്ലാനാണോ അതോ വളർത്താനാണോ? അമ്മ, അപ്പൊ ഇന്ന് രാത്രിയാണല്ലോ ബർത്ത്ഡേ പാർട്ടി. അപ്പൊ വേറെ എന്തെങ്കിലും ചടങ്ങ് നടത്തുണ്ടോ അവിടെ വെച്ചിട്ട്? നിശ്ചയം അതവിടെ വെച്ച. നിശ്ചയോ? അല്ല ഭാമി എന്താ ഉദ്ദേശിച്ചേ? സുസ്മിതയുടെ വരനെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണല്ലോ. ആ വേദിയിൽ വെച്ച് തന്നെ നമുക്ക് നിശ്ചയവും മോതിരമാറലും അങ്ങ് നടത്താം. എന്തിനാ വെറുതെ വെച്ച് താമസിപ്പിക്കുന്നേ? അല്ല ദാസേട്ടൻ എന്തു പറയുന്നു? കാര്യങ്ങൾ ഇങ്ങനെ വച്ചു നീട്ടണമെന്ന് ഞങ്ങൾക്കും താല്പര്യമില്ല. എത്രയോ നേരത്തെ കഴിയേണ്ടതായിരുന്നു ഇവളുടെ വിവാഹം. ഇതിപ്പോ വരൻ ആരാണെന്നുള്ളതിന്റെ സസ്പെൻസ് ഒന്ന് നീങ്ങിയിരുന്നെങ്കിൽ. വിഷ്ണുവിനേക്കാൾ കേമനായിരിക്കും സുസ്മിതയുടെ വരൻ. അത് സത്യഭാമയുടെ വാക്കാ. അതിലാർക്കും ആശങ്ക വേണ്ട. അക്കാര്യത്തിൽ എനിക്കൊരാശങ്കയില്ല കേട്ടോ. എന്റെ മോളോട് എന്നേക്കാൾ കരുതലുണ്ട് ഭാമയ്ക്ക്. പിന്നെ എനിക്കെന്തിനാ ടെൻഷൻ? സത്യമേ. ആ വരണം വെള്ളച്ചേട്ടാ. എല്ലാം കിട്ടിയോ? കിട്ടി സത്യാമേ. എടുക്ക. ഇനി ഇതെന്ത് കോടാലിയാണാവോ? വാങ്ങിച്ചോ മോളെ, അളവ് മോതിരോ? അതങ്ങോട്ട് വാങ്ങിക്കു സുസ്മിതേ. അതിനുള്ളിൽ സ്വർണ്ണമാണ്. നിന്റെ മുഖം കണ്ടാ തോന്നുമല്ലോ കൊടും വിഷമ നിനക്ക് തരാൻ വേണ്ടി നീട്ടിപ്പിടിച്ചിരിക്കുന്നെന്ന്. ഇയാള് എടുത്ത് വിരലിട്ട് അങ്ങോട്ട് നോക്ക് സുസ്മിത. എല്ലാരും കൂടി പൂച്ച എലിയെ ഇട്ട് തട്ടുന്നത് പോലെ രസിക്കുക. ഇട്ട് നോക്കു മോളെ. നല്ല കറക്റ്റ് ഫിറ്റ് ആണല്ലോ. ഈ അളവ് തന്നെ മതി. ഡിസൈനും കൊള്ളാം. ഇതാ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പയ്യന്റെ വിരലിന്റെ അളവ് കൂടി എടുക്കണ്ടേ സത്യാമേ? ആ വേണം പിള്ളച്ചേട്ടാ. വിഷ്ണു നീ ഇതൊന്ന് നോക്കി. അളവ് മോതിരം എന്തിനാ വിഷ്ണുവേട്ടന് കൊടുത്തത്?
എങ്ങോട്ടും ഒക്കെ മനോരാജ്യം കണ്ട് പോയെന്ന് തോന്നുന്നല്ലോ. കറക്റ്റ് അല്ലേ സുസ്മിത? എന്ത്? അല്ല, നീ ഏതോ മനോരാജ്യത്തിലായിരുന്നു തോന്നുന്നു. ഏത് മനോരാജ്യം? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചുള്ള മനോരാജ്യമായിരിക്കും ശാലിനി. കണ്ടോട്ടെന്നെ. ഇതന്നെ മതി അമ്മ, കറക്റ്റ്. ഇനി ആഭരണങ്ങളൊക്കെ ഒന്ന് കാണിച്ചേ. ഇതൊക്കെ ഇട്ടോണ്ട് ഏത് കോന്തന്റെ കൂടെ ആണാവോ നിൽക്കേണ്ടി വരിക? ഇറങ്ങമ്മേ. ഇതാണോ സത്യഭാമയുടെ വീട്? അതേമ്മേ. ഇവിടെയാ അവള് അല്ലേ? അവളെ കാണുമ്പോ ഞാൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് അറിയില്ല എനിക്ക്. കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതല്ലേ അമ്മേ ഞാൻ. ഒന്നും വേണ്ട. അവളെ ഭാര്യയാക്കുന്നത് തന്നെയാ അവൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അതെ, അത് തന്നെയാണ് അതിന്റെ ശിക്ഷ. പക്ഷെ അവള് കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോ, ഇതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ കാണുമ്പോ എന്റെ കഴുത്തിൽ ഒരു താലി ഉണ്ടായിരുന്നു, സീമന്തരേഖയിൽ സിന്ദൂരവും. അത് രണ്ടും ഇല്ലാതാക്കിയത് അവളാ. പകരം അവളുടെ കഴുത്തിലേക്ക് ഒരു താലിച്ചരടും സീമന്തരേഖയിൽ സിന്ദൂരവും അമ്മയുടെ ഈ മകൻ ഇട്ടുകൊടുക്കുമേ. കെട്ടിലമ്മയായിട്ട് വാഴിക്കാനല്ല, ജീവിതം പഠിപ്പിച്ചു കൊടുക്കാൻ. അതിനുവേണ്ടി അമ്മേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. അല്ലെങ്കിൽ കണ്ട മാത്രയിൽ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നു എനിക്കവളെ. വേണ്ട, നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നില്ലേ? നീ പറഞ്ഞതുപോലെ സത്യഭാമ തന്നെ മുന്നിൽ നിന്ന് നടത്തിത്തരണം അവളുമായിട്ടുള്ള നിന്റെ വിവാഹം. നോക്കിയ മോളെ, പുതിയ ഡിസൈനാ. കഴുത്തി ഞെരിച്ച് കൊന്നാൽ ഏതാനും നിമിഷങ്ങളെ ആ വേദനയും വെപ്രാളവും നീണ്ടു നിൽക്കും. അതങ്ങനെ അവസാനിപ്പിക്കാൻ പാടില്ല. ജീവിതകാലം മുഴുവനും വേദനിച്ച് പിടയണോ അവള്? പിടയും. അമ്മ വാ. എന്താ മോളെ?
എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. വരൂ വരൂ, കാത്തിരിക്കുകയായിരുന്നു. ആരാ ഭാമി ഇത്? ഇത് രോഹിത്, ഇവിടുത്തെ പുതിയ ഡ്രൈവറാ. ഒപ്പമുള്ളത് അമ്മ പത്മാവതി. ഈ ഡ്രൈവർമാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇവിടെ എന്താ കാര്യം? ഇവറ്റകളെയൊക്കെ അല്പം അകറ്റിയെ നിർത്താവൂ. ഒറ്റ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല. അയ്യോ, അങ്ങനെ വെറൊരു ഡ്രൈവർ അല്ല രോഹിത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാ. ഇവിടുത്തെ കുടുംബാംഗത്തെ പോലെ ഒരാള്. ഏതു പാതിരാത്രിയും പെൺകുട്ടികളെ വിശ്വസിച്ച് രോഹിതിനൊപ്പം അയക്കാം. അക്കാര്യം സുസ്മിതയ്ക്കും ബോധ്യമുണ്ട്, അല്ലേ മോളെ? നീ ചെയ്ത ആദ്യത്തെ തെറ്റ് സത്യാമ്മയ്ക്ക് മുന്നിൽ ആദ്യമേ എന്നെ കാട്ടിക്കൊടുത്തില്ല എന്നുള്ളതാ. അല്ല, അങ്ങനെ കാട്ടിക്കൊടുക്കാൻ നിന്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളൊന്നുമില്ലല്ലോ. ഇത്രയും തെളിവ് മതിയോ മാഡം? അതെ ആന്റി. രോഹിത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായി. ഒരു പെൺകുട്ടി അവനെ പ്രണയം നടിച്ചു വശീകരിച്ചു. ഓ, അവൾക്കതൊരു ടൈം പാസ് ആയിരുന്നു. രോഹിത് മാത്രം അതറിഞ്ഞില്ല. അവൻ ആ പെൺകുട്ടിക്ക് ഹൃദയം കൊടുത്ത് ജീവനായി കരുതി. ഒപ്പം വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതോടെ അവളെ വിശ്വസിച്ച് അവര് വിവാഹ നിശ്ചയത്തിന് തീയതിയും കുറിച്ചു. പക്ഷേ നിശ്ചയത്തിന് അവള് വന്നില്ല. അതോടെ നാണക്കേടുകൊണ്ട് തകർന്നു പോയി ആ കുടുംബം. വലിയ വീട്ടിലെ പെണ്ണിനെ മരുമകളാക്കാമെന്ന് കരുതിയോ എന്ന നാട്ടുകാരുടെ പരിഹാസത്തിൽ ഹൃദയം പൊട്ടി രോഹിത്തിന്റെ അച്ഛൻ കഷ്ടായി പോയല്ലോ. എന്നിട്ട് അവളെവിടെ, ആ പെൺകുട്ടി? അവളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോഴും അന്വേഷിക്കാം ഞങ്ങള്. എനിക്ക് ഭ്രാന്തായതാണോ അതോ ഇവർക്കെല്ലാം ഭ്രാന്താണോ? ഈ സ്ത്രീ എന്താ എന്നെ തിരിച്ചറിയാത്തത്? കഷ്ടായിപ്പോയി. അതെ, നിങ്ങൾക്ക് ഇത്ര ഒരു സങ്കടകഥയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറഞ്ഞതിനെല്ലാം ഐ എം സോറി. അമ്മ എന്തിനാ അവരോട് സോറി ചോദിക്കുന്നത്? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കാലിൽ പിടിച്ച് വലിച്ചു കീറി കടലിൽ എറിഞ്ഞേനെ. അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ക്ഷമിച്ചു. പണവും പദവിയൊന്നുമല്ല, ഇതിനെയാ തറവാടിത്തമെന്നും അന്തസ്സെന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇനി നിങ്ങളുടെ മരുമകളാകാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്ന് ഞാൻ പറയും. ഏതായാലും ആ പെണ്ണിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചൊല്ലും വിളിയില്ലാതെ ആ കുട്ടിയെ വളർത്തിയ അച്ഛനെ അമ്മയും വേണം പറയാൻ. ഓരോന്നിനെ ഇങ്ങനെ കാള പോലെ വളർത്തിയിട്ട് ചുമ്മാ അതങ്ങ് അഴിച്ചു വിടുകയല്ലേ ഓരോ ആണുങ്ങളുടെ നെഞ്ചത്തേക്ക്. മക്കൾ എവിടെ പോകുന്നു, എന്തെല്ലാം തോന്നിവാസം കാട്ടുന്നു എന്നതിനെ കുറിച്ചൊന്നും ഒരു രൂപവുമില്ല ഇന്നത്തെ അച്ഛനമ്മമാർക്ക്.
അത് ശരിയാ ശാലിനി പറഞ്ഞത്. ആ അതൊക്കെ കഴിഞ്ഞു. ഇനി മറക്കാം.